കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിൽ ഇവിടെ വർക്ക് പെർമിറ്റിൽ ഇരുന്നുകൊണ്ട് PR-നായി ശ്രമിക്കുന്നവർക്കും വലിയൊരു ഷോക്കിംഗ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കാനഡയുടെ കുടിയേറ്റ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ വരാൻ പോകുന്നു. ട്രിബ്യൂൺ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്ത പ്രകാരം നമ്മൾ ഇതുവരെ ശീലിച്ച കാനഡ PR രീതികൾ പാടെ മാറുകയാണ്. എന്താണ് ഈ ഓവർഹോൾ അഥവാ വൻ അഴിച്ചുപണി? ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കും? ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് പുതിയ മാറ്റം എന്ന് ആദ്യം തന്നെ പറയാം. കാനഡയുടെ പുതിയ ഫോർവേഡ് റെഗുലേറ്ററി പ്ലാൻ 2026-28 പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള 3 പ്രധാന ഫെഡറൽ പ്രോഗ്രാമുകൾ നിർത്തലാക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഇതുവരെ എക്സ്പ്രസ് എൻട്രിയിൽ 3 വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് FSWP ഫെഡറൽ സ്കിൽഡ് വർക്കർ പ്രോഗ്രാം, വിദേശത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കായിട്ടുള്ളതാണിത്. രണ്ടാമത്തേത് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, കാനഡയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിട്ടുള്ളത്. മൂന്നാമത്തത് ഫെഡറൽ സ്കിൽഡ് ട്രേഡേഴ്സ് പ്രോഗ്രാം, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായിട്ടുള്ളതാണ് ഇത്. എന്നാൽ ഇനി മുതൽ ഈ 3 വിഭജനങ്ങളും ഉണ്ടാവില്ല. പകരം ഇവയെല്ലാം ലയിപ്പിച്ച് ഫെഡറൽ ഹൈ സ്കിൽഡ് ഇമിഗ്രേഷൻ ക്ലാസ് എന്ന ഒറ്റ കുടക്കീഴിലാക്കാൻ കനേഡിയൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 2015 എക്സ്പ്രസ് എൻട്രി തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ സ്ട്രക്ചർ മാറ്റമാണിതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തുകൊണ്ട് ഈ മാറ്റം എന്നിനി പറയാം. എന്തിനാണ് കാനഡ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. നിലവിലെ സിസ്റ്റം വളരെ കോംപ്ലക്സ് ആണ്. ഓരോ പ്രോഗ്രാമിന് വേറെ വേറെ നിയമങ്ങളാണ് നിലവിലുള്ളത്. ഇത് ഉദ്യോഗസ്ഥർക്കും അപേക്ഷകർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാനഡയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം 10 വർഷം മുൻപത്തെ പോലെയല്ല. അവർക്ക് ഇപ്പോൾ വേണ്ടത് ഏത് ജോലി വേണമെങ്കിലും ചെയ്യാൻ തയ്യാറുള്ളവരെയല്ല, മറിച്ച് കാനഡയിൽ പ്രത്യേക തൊഴിൽ മേഖലകളിൽ, ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ശമ്പളം വാങ്ങാൻ കെൽപ്പുള്ള വിദഗ്ധരെയാണ്. ഉയർന്ന ശമ്പളം ലഭിക്കുന്നവർ കൂടുതൽ നികുതി അടയ്ക്കുകയും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഹൈ ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത്. പുതിയ യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാം. അത് ശ്രദ്ധിച്ചു കേൾക്കണം. അപേക്ഷിക്കാനുള്ള മിനിമം ക്രൈറ്റീരിയയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ഏകീകൃത സിസ്റ്റത്തിൽ വരാൻ പോകുന്ന ബേസ് ലൈൻ യോഗ്യതകളാണ് ഇനി പറയാൻ പോകുന്നത്. കാനഡയിലോ വിദേശത്തോ ഉള്ള കുറഞ്ഞത് 1 വർഷത്തെ സ്കിൽഡ് വർക്ക് എക്സ്പീരിയൻസ്, കുറഞ്ഞത് ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും നിർബന്ധമാണ്. ഇവിടെയാണ് വലിയൊരു മാറ്റം. മിനിമം ലാംഗ്വേജ് സ്കോർ CBL 6 ആക്കി നിജപ്പെടുത്തിയേക്കും. ഇത് പലർക്കും ആശ്വാസകരമാണെങ്കിലും കോമ്പറ്റീഷൻ കൂടുമ്പോൾ മാത്രം ഈ സ്കോർ പോരാതെ വരും. ഈ മാറ്റങ്ങൾ വരുന്നതോടെ നേരത്തെ ഓരോ കാറ്റഗറിക്കും ഉണ്ടായിരുന്ന പ്രത്യേക നിബന്ധനകളും ഒഴിവാക്കപ്പെടും. നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ റാങ്കിംഗ് സ്കോർ അഥവാ CRS സ്കോറാണ്. ഇവിടെയാണ് കാനഡ വലിയൊരു കളി കളിക്കാൻ പോകുന്നത്. പുതിയ നിർദ്ദേശം അനുസരിച്ച് ചില ഘടകങ്ങൾക്ക് പ്രാധാന്യം കൂടും, ചിലതിന് കുറയും. നിങ്ങൾക്ക് കാനഡയിൽ നിന്ന് ഒരു വാലിഡ് ജോബ് ഓഫർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ ഡിമാൻഡായ ഒരു ജോലിയാണ് നിങ്ങൾ ഈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് ലഭിക്കും. ഉയർന്ന ശമ്പളത്തിന് വലിയ വിലയുണ്ടാകുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. കാനഡയിൽ പഠിച്ചു എന്നതുകൊണ്ട് മാത്രം കിട്ടിയിരുന്ന അമിത പോയിന്റുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കാനഡയിൽ സഹോദരങ്ങൾ ഉള്ളത് കൊണ്ട് ലഭിക്കുന്ന എക്സ്ട്രാ പോയിന്റുകളും ഒന്നെങ്കിൽ കുറയ്ക്കും, അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കും. ഇതിനർത്ഥം കാനഡയിൽ വന്ന് വെറുതെ ഒരു ഡിപ്ലോമ എടുത്ത് PR അടിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ഇനി കാര്യങ്ങൾ അല്പം കടുപ്പമാകുമെന്ന് തന്നെയാണ്. നിങ്ങൾ എന്ത് പഠിക്കുന്നു, അത് കാനഡയ്ക്ക് എത്രത്തോളം ഗുണകരമാണ് എന്നതിലാകും ഇനി കാര്യം. ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് ഇനി പറയാം. നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ, ഉദാഹരണത്തിന് IT, നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലാണെങ്കിൽ നിങ്ങൾക്ക് കാനഡയിൽ നിന്ന് ഒരു നല്ല ജോബ് ഓഫർ സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ PR കിട്ടാൻ പഴയതിനേക്കാൾ എളുപ്പമായിരിക്കുമെന്നതാണ് ഗുണം. ലോ സ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്കും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർക്കും സ്കോർ തികയ്ക്കാൻ പ്രയാസമാകും. കാനഡയിലെ പഠനം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിൽ ഇരിക്കുന്നവർക്ക് PR കിട്ടാൻ വെറും എക്സ്പീരിയൻസ് മാത്രം പോരാതെ വരും, മറിച്ച് മികച്ച ശമ്പളമുള്ള ജോലി കൂടി കണ്ടെത്തേണ്ടി വരും എന്നതാണ് ഇതിന്റെ ഒരു ദോഷം. എപ്പോഴാണ് ഇത് നടപ്പിലാകുക എന്നത് വലിയൊരു ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. നാളെ മുതലൊന്നും ഇത് നടപ്പിലാകാൻ പോകുന്നില്ല. ഈ നിർദ്ദേശം ഇപ്പോൾ പ്ലാനിംഗ് സ്റ്റേജിലാണെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാറ്റങ്ങളെക്കുറിച്ച് പൊതുജനാഭിപ്രായം തേടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുവരെ നിലവിലുള്ള രീതിയിൽ തന്നെ തുടരും. അതുകൊണ്ട് കാനഡയിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുവേണം പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ. വെറുതെ ഒരു വിസ എടുത്ത് വരുന്നതിനേക്കാൾ ഡിമാൻഡുള്ള തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാനഡയുടെ ഇമിഗ്രേഷൻ പോളിസികൾ ഇപ്പോൾ വളരെ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വിവരങ്ങൾ അറിഞ്ഞിരിക്കുക എന്നത് പ്രധാനമാണ്. ട്രിബ്യൂൺ ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ മാറ്റങ്ങൾ പഞ്ചാബി പ്രവാസികളെ പോലെ തന്നെ മലയാളി പ്രവാസികളെയും വലിയ രീതിയിൽ ബാധിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിവരങ്ങൾ ഔദ്യോഗിക പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടന്റിന്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്.